ഹായ് ഫ്രണ്ട്സ്, ട്രെഡ്മില്ല് പലരുടെയും വീട്ടിൽ കാണും. വാങ്ങിച്ചു വെച്ചിട്ട് ആദ്യത്തെ ഒരു ആരംഭ ശൂരത്തിന് ശേഷം പലപ്പോഴും വീട്ടിലെ തുണി നനയ്ക്കാനോ തുണികൾ ഇടാനോ ആയിരിക്കും ട്രെഡ്മില്ല് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ട്രെഡ്മില്ല് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും കൃത്യമായി അറിയില്ല. ട്രെഡ്മില്ല് എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് അഥവാ ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും രക്തചംക്രമണത്തിന്റെയും പ്രവർത്തനത്തെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അതുപോലെ മസിലിന്റെയും എല്ലുകളുടെയും പ്രവർത്തനത്തെ ഹെൽപ്പ് ചെയ്യും. ഒരു ട്രെഡ്മിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എത്ര സമയം ചെയ്യണം എന്നുള്ളതാണ്. അതിനു മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് രോഗങ്ങളില്ലെന്നും നിങ്ങൾ ട്രെഡ്മിൽ ചെയ്യുന്നത് സേഫ് ആണെന്നും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ ചോദിക്കുക. അത് പ്രധാനമായിട്ടും ഒരു ഹൃദ്രോഗം വന്നയാള് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് പ്രമേഹമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ളവർ എപ്പോഴും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ ട്രെഡ്മിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കേണ്ടത് ആവശ്യമാണ്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് ട്രെഡ്മില്ലിൽ സാധാരണഗതിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് മറ്റ് മുൻകരുതലുകളോ മുൻ നിരീക്ഷണങ്ങളോ ആവശ്യം ഇല്ല. ഒരു ട്രെഡ്മിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം എത്ര സമയം ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രെഡ്മില്ലിൽ ആദ്യം എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പ് ഫേസ്, അതായത് മെഷീൻ ആദ്യം ഓൺ ചെയ്ത് ചെറിയൊരു സ്പീഡിൽ ഏകദേശം 3-5 മിനിറ്റ് ഒന്ന് ബോഡിയെ വാമപ്പ് ചെയ്യുക. അതിനുശേഷം എക്സസൈസിലേക്ക് കടക്കുക. എത്ര സമയം എക്സസൈസ് ചെയ്യണം? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടണം. സ്പീഡ് പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. അത് ചിലപ്പം ആദ്യം തുടക്കത്തിൽ 1 km/h 2, 3, 4, 5 നമ്മൾ എത്ര സ്പീഡ് ടോളറേറ്റ് ചെയ്യുന്നു ആ സ്പീഡ് വരെ പോവുക. നല്ല സ്പീഡിൽ നടക്കാൻ സാധിക്കണം. അതുപോലെ ട്രെഡ്മില്ലിന്റെ ചരിവ് അഥവാ ഇൻക്ലൈൻ എന്ന് പറയുന്നത് 1 ഡിഗ്രിയിൽ നിന്ന് കൂട്ടി 2, 3, 4, 5 സാധാരണഗതിയിൽ ഒരു 5 ഡിഗ്രി വരെയുള്ള ചരിവ് മതിയാവും ഒരു സാധാരണ എക്സസൈസിന്. നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ നോക്കേണ്ടത് എത്ര സ്പീഡിൽ നമ്മൾ നടക്കുന്നു, എത്ര നേരം നടക്കുന്നു, എത്രത്തോളം ഹൃദയത്തിന്റെ ബീറ്റ് കൂടുന്നു എന്നുള്ളതാണ്. ഒരു മുതിർന്ന ഒരാളുടെ ഹാർട്ട് ബീറ്റ് ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ നല്ലവണ്ണം കൂടണം, നെഞ്ചിടിക്കുന്നതായിട്ട് അനുഭവപ്പെടണം. ഒരു 120-140 മുകളിലൊക്കെ ഹാർട്ട് ബീറ്റ് പോകണം. പ്രായമനുസരിച്ച് ഇതിലും ചെറിയ വ്യതിയാനം വന്നേക്കാം. ഇങ്ങനെ ഈ കൂടിയ ഹാർട്ട് ബീറ്റ് നമുക്ക് ഏതാനും മിനിറ്റുകൾ നിലനിർത്താൻ സാധിക്കണം. ജനറലി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഈ കൂടിയ ഹാർട്ട് ബീറ്റ് നിലനിർത്താൻ സാധിക്കണം. അപ്പോ ട്രെഡ്മില്ലിൽ നല്ലവണ്ണം നടക്കുമ്പോൾ ഒരു 20 മിനിറ്റോളം നമുക്ക് നല്ല എക്സസൈസ് ചെയ്തു എന്ന് അനുഭവപ്പെടത്തക്ക രീതിയിൽ നന്നായിട്ട് ഹാർട്ട് ബീറ്റ് കൂടണം. ആ കൂടിയ പേസ് അഥവാ ആ കൂടിയ ഹാർട്ട് ബീറ്റ് അതേ അളവിൽ നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് നിലനിർത്താൻ സാധിക്കണം. അതാവുമ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള വ്യായാമമായി കാർഡിയോവാസ്കുലർ ഹൃദയാരോഗ്യത്തെ സംരക്ഷിച്ചും പ്രമേഹം വരാതെ പ്രിവെന്റ് ചെയ്യാനും രക്താതി സമ്മർദ്ദം കൂടാതെ നോക്കുക, ഇങ്ങനെയുള്ള വ്യായാമത്തിന്റെ ബേസിക് കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ എക്സസൈസ് ചെയ്താൽ മതി. അതിനുശേഷം പെട്ടെന്ന് ട്രെഡ്മില്ല് നിർത്തരുത്. ഒരു കൂൾ ഡൗൺ ഫേസ്, അതായത് സ്പീഡ് ഒന്ന് കുറയ്ക്കുക, ചരിവുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയ്ക്കുക, ചെറിയ ഒരു സ്പീഡിൽ ബോഡി ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഒരു 3 മുതൽ 5 മിനിറ്റ് ട്രെഡ്മില്ലിൽ ഓടുക. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൂടെ ചേർത്ത് ഒരു 20-25 മിനിറ്റ് ഒരു ദിവസം ട്രെഡ്മില്ലിൽ ചെയ്താൽ സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ള എക്സസൈസ് ലഭിക്കും. ഈ ചെയ്യുന്ന സമയം നമ്മൾക്ക് ഹൃദയത്തിന്റെ ബീറ്റ് കൂടുക, ശരീരത്തിന്റെ മസിലുകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് ചരിവ് കൂട്ടുന്നതിൽ വലിയ കാര്യമില്ല. പലപ്പോഴും ട്രെഡ്മില്ലിൽ ഒരുപാട് ചരിവ് കൂട്ടി നടക്കുന്നതും ഒരുപാട് സ്പീഡിൽ നടക്കുന്നതും നമ്മുടെ ശരീരപേശികളെ തെറ്റായ രീതിയിൽ ബാധിക്കാം. ഉദാഹരണത്തിന് മുട്ടിന്റെയും അതുപോലെ പാദത്തിലെ സന്ധികളുടെയും പ്രവർത്തനത്തെ ബാധിക്കാം, നടുവേദന ഉണ്ടാക്കാം. അതുകൊണ്ട് ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ ഒരുപാട് സ്പീഡ് വന്നാൽ അത് പരിക്കുകൾ ഉണ്ടാക്കാം എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള രീതിയിൽ നടക്കുമ്പോൾ ഒരുപാട് ചരിവില്ലാതെ ആവശ്യത്തിനുള്ള സ്പീഡിൽ നടക്കുക. അപ്പൊ അങ്ങനെ നടന്നാൽ നമുക്ക് നല്ലൊരു വ്യായാമത്തിനുള്ള ഉപകരണവും ഉപാധിയുമാണ് ട്രെഡ്മിൽ എന്ന് അറിഞ്ഞിരിക്കുക. താങ്ക് യു.